പുനരധിവാസത്തിനായി റിപ്പോർട്ടർ TV സമർപ്പിച്ച ടൗൺഷിപ്പ് പ്രോജക്ട് സർക്കാർ പരിഗണിക്കണമെന്ന ദുരന്തബാധിതർ മന്ത്രി PA മുഹമ്മദ് റിയാസിനോടാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പഴയതുപോലെ എല്ലാവർക്കും ഒന്നിച്ചു കഴിയാൻ അവസരമൊരുക്കണമെന്നും മന്ത്രിയോട് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളിവിടെ അങ്ങനെയാണ് ജീവിച്ചത്. അതുപോലെ പള്ളി അമ്പലവും സ്കൂളും എല്ലാം ഒരുമിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് പ്രദേശിക്കുന്ന സമയമാണ് പറയുന്നത്. ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ പോയി, പക്ഷേ ഞങ്ങൾക്ക് ആ സ്നേഹത്തോടെ വീണ്ടും ജീവിക്കാൻ എന്നുള്ള പൂർവ്വയിലെ ഒന്നിച്ചാണ് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് എല്ലാവരും ഒന്നിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും എല്ലാവരും ഒന്നിച്ച് ഇതിനുകൊണ്ട് വിവിധ സ്ഥലത്തുകൊണ്ട് ഞങ്ങളെ കേന്ദ്ര ദൗത്യ കാര്യങ്ങൾ മൊത്തത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ മറ്റ് അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, ഇന്നലെയാണ് പദ്ധതിയുടെ രൂപരേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ഇപ്പോൾ ആളുകൾ പറയുന്നതും ആ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കണം എന്നാണല്ലോ. കാരണം ആ പദ്ധതിയിൽ എല്ലാവർക്കും ഒന്നിച്ചു കഴിയാനുള്ള സംവിധാനം, അവിടെ സ്കൂളും ആരാധനാലയങ്ങളും കളിസ്ഥലവും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പദ്ധതിയാണ് ആലോചിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. 4 ഭാഗത്തായി പോകുമോ, അവരുടെ ജോലി സ്ഥലവുമായി അകലത്തായി പോകുമോ, സ്കൂളുമായി അകലത്തായി പോകും, ഇതൊക്കെ അവരുടെ ഒരു ആശങ്കയാണ്. സ്മൃതി, അതുതന്നെയാണ് നാട്ടുകാരെന്ന് മന്ത്രിയോട് പറഞ്ഞത്. അതായത് നാട്ടിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസത്തെ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് പരസ്പരം കണ്ട് ഒരുമിച്ച് ഒരു ടൗണിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു പോകുന്നു. ആ രീതിയിലാണ് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലൊരു ഉത്സവം നടന്നാൽ എല്ലാവരും ഒന്നിച്ചാണ്. അവിടെ ജാതിമത വേർതിരിവുകളൊന്നുമില്ല. പള്ളിയിൽ നബിദിനം വന്നാൽ അങ്ങനെയാണ്. ചർച്ചിലൊരു പരിപാടി നടന്നാൽ അങ്ങനെ എല്ലാ മതസ്ഥരും ഒരുപോലെ പോകുന്നൊരു പ്രദേശമാണ്. ഇനി പുനരധിവാസം നടക്കുമ്പോൾ പലരും പല വഴിയിലേക്കാക്കി പോകുന്നൊരു സാഹചര്യം വരരുത്. ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയണം, ഒരേ ഇടത്ത് കഴിയണം. എങ്ങനെയായിരുന്നോ ഈ നാട്ടിൽ ഇതുവരെ കഴിഞ്ഞിരുന്നത് അതേ രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ടൗൺഷിപ്പ് പ്രോജക്റ്റും അതിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളും അത് അംഗീകരിക്കാനും ആ രീതിയിലൊരു നടപടിയിലൂടെ തങ്ങളുടെ പുനരധിവാസം ഒരേ ഇടത്ത് ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ മന്ത്രി റിയാസിനോട് സൂചിപ്പിച്ചത്. മന്ത്രി അത് പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തു. എല്ലാവരും റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച രൂപരേഖ, പദ്ധതി രേഖ, അതിനനുസരിച്ച് സർക്കാരിന്റെ രേഖ, അതെല്ലാം ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മന്ത്രിയും ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഇതിലും റിപ്പോർട്ടർ TV മുന്നോട്ട് വെച്ച ആ ടൗൺഷിപ്പ് പ്രോജക്റ്റിലെ വാഗ്ദാനങ്ങൾ, അതിലെ എന്തൊക്കെ ഉൾപ്പെടുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ, അത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതും. കാരണം ഒരു പുനരധിവാസം എന്ന് പറഞ്ഞ് ഒരു പകരം വീട് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ആവാസ വ്യവസ്ഥ അതേ നിലയിൽ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അത് തന്നെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നതും. കാരണം കാലങ്ങളായി ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരേ സൗഹൃദത്തിൽ പോയിട്ട് പിന്നീട് ഈ ദുരന്തത്തിന് പിന്നാലെ അവർ 4 ഭാഗത്തേക്കായി പോകുന്ന ഒരു സാഹചര്യം ഉൾക്കൊള്ളാൻ അവർക്കാവില്ല. അതുകൊണ്ട് അങ്ങനെ പല വഴിക്ക് പോകാതെ ഒരേ ഇടത്ത് തന്നെ മുന്നോട്ട് പോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരാശയങ്ങളാണ് നമ്മുടെ പ്രോജക്റ്റിലുള്ളത്. അതുൾപ്പെടെയുള്ളവ അംഗീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ ഒന്നടങ്കം മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്മൃതി.